ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് ഭാഗം 6. അത് എനിക്ക് ലഭിക്കണം. അവൻ ഈ ലോകത്തിലുള്ള എന്തിനേക്കാളും യഥാർത്ഥമാണ്. മിസ് കുൾമാൻ എന്നെ നോക്കി ആ വാക്കുകൾ ഉച്ചരിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ എന്തോ ഒന്ന് എൻ്റെ ഉള്ളിൽ പിടിച്ചു. അതെനിക്ക് ശരിക്കും മനസ്സിലായി. ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്കിത് ലഭിക്കണം. സത്യം പറഞ്ഞാൽ ആ ശുശ്രൂഷയിലുള്ള എല്ലാവർക്കും ഒരേപോലെ തോന്നുമെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ ദൈവത്തിന് നമ്മളോട് വ്യക്തിപരമായ നിലയിൽ ഇടപെടുന്നതിന് അതിൻ്റെതായ രീതികളുണ്ട്. ആ ശുശ്രൂഷ എനിക്ക് മാത്രമുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി മനസ്സിലാക്കുക, ഒരു പുതിയ വിശ്വാസി എന്ന നിലയിൽ ആ ശുശ്രൂഷയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എനിക്ക് തോന്നിയ യാഥാർത്ഥ്യത്തെയും ശക്തിയെയും എനിക്ക് നിഷേധിക്കാൻ കഴിഞ്ഞില്ല. ആ ശുശ്രൂഷ അതിൻ്റെ അവസാനത്തിലേക്ക് എത്തിയപ്പോൾ ഞാൻ ആ വനിതാ സുവിശേഷകയെ നോക്കി. അവരുടെ ചുറ്റിലും അവരുടെ ശരീരത്തിലുമൊക്കെ ഒരു മൂടൽ മഞ്ഞു പോലെ തോന്നി. ആദ്യം എൻ്റെ കണ്ണുകൾ എന്നെ കബളിപ്പിക്കുകയാണ് എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ആ മൂടൽ മഞ്ഞിലൂടെ അവരുടെ മുഖം വെളിച്ചത്ത് പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. ദൈവം മിസ് കുൾമാനെ മഹത്വപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് ഞാൻ ഒരു നിമിഷം പോലും വിശ്വസിക്കുന്നില്ല. പക്ഷേ തൻ്റെ ശക്തി എനിക്ക് വെളിപ്പെടുത്താൻ അവൻ ആ ശുശ്രൂഷ ഉപയോഗിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശുശ്രൂഷ കഴിഞ്ഞു. ജനക്കൂട്ടം പുറത്തേക്ക് പോയി. പക്ഷേ എനിക്ക് അനങ്ങാൻ ആഗ്രഹമില്ലായിരുന്നു. ഞാൻ ഓട്ട മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇരുന്നെന്താണ് സംഭവിക്കുന്നതെന്ന് ചിന്തിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. ആ കെട്ടിടം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിന് എനിക്കൊന്നും വാഗ്ദാനം ചെയ്തിരുന്നില്ല. ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ പീഡനം തുടരുമെന്ന് എനിക്കറിയാമായിരുന്നു. എൻ്റെ സംസാര വൈകല്യം കാരണം എൻ്റെ സ്വന്തം പ്രതിച്ഛായ പ്രായോഗികമായി നശിക്കപ്പെട്ടിരുന്നു. ഞാൻ ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും എൻ്റെ വിക്ക് എന്നെ ഒറ്റപ്പെടുത്തി. സംസാരിക്കാൻ ആരുമില്ലായിരുന്നു. ഞാനൊരു ക്രിസ്ത്യാനി ആയതിനു ശേഷവും എനിക്ക് വളരെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആശയവിനിമയം നടത്താൻ കഴിയാതെ വരുമ്പോൾ എനിക്കെങ്ങനെ പുതിയ ആളുകളെ കണ്ടുമുട്ടാൻ കഴിയും? അതുകൊണ്ട് പിറ്റ്സ്ബർഗിൽ ഞാൻ കണ്ടെത്തിയ കാര്യങ്ങൾ എന്നെ വിട്ടു പോകരുതേ എന്ന് ഞാൻ ആഗ്രഹിച്ചു. ജീവിതത്തിൽ എനിക്കുണ്ടായിരുന്നത് യേശുവായിരുന്നു. ജീവിതത്തിൽ മറ്റൊന്നിനും വലിയ അർത്ഥമില്ലായിരുന്നു. എനിക്ക് യഥാർത്ഥ ഭാവിയില്ലായിരുന്നു. എൻ്റെ കുടുംബം പ്രായോഗികമായി എന്നെ പിന്തിരിപ്പിച്ചിരുന്നു. എനിക്കറിയാമായിരുന്നു അവർ എന്നെ സ്നേഹിക്കുന്നു. പക്ഷേ ക്രിസ്തുവിനെ സേവിക്കാനുള്ള എൻ്റെ തീരുമാനം അവരുമായി എന്നിൽ വളരെ വലിയൊരു അകലം സൃഷ്ടിച്ചിരുന്നു. എല്ലാറ്റിനുമുപരി സ്വർഗത്തിൽ പോയതിനു ശേഷം ആർക്കാണ് നരകത്തിൽ പോകാൻ ആഗ്രഹമുള്ളത്? പക്ഷെ മറ്റു മാർഗമില്ലായിരുന്നു. എനിക്ക് തിരികെ പോകേണ്ടി വന്നു. അവൾ എന്താണ് ഉദ്ദേശിച്ചത്? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഞാൻ അവസാന നിമിഷം പള്ളിയുടെ പിൻഭാഗത്ത് ബസ് കാത്തിരിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവരെന്താണ് പറഞ്ഞത്? ടൊറന്റോയിലേക്ക് മടങ്ങുമ്പോൾ മുഴുവൻ സമയവും ഞാനത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ബസ്സിലെ ചിലരോട് പോലും ഞാൻ ചോദിച്ചു. അവർക്കും മനസ്സിലാകാത്തതിനാൽ അവർക്കും എന്നോട് പറയാൻ കഴിഞ്ഞില്ല. വീട്ടിലെത്തിയപ്പോൾ ഞാൻ പൂർണ്ണമായും ക്ഷീണിതനായിരുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ. ഉറക്കക്കുറവ്, മണിക്കൂറുകളോളമുള്ള യാത്ര, ജീവിതത്തിൽ അവിചാരിതമായി ഉണ്ടായ വൈകാരികവും ആത്മീയവുമായ അനുഭവം എന്നിവയാൽ എൻ്റെ ശരീരം വിശ്രമത്തിനായി തയ്യാറെടുക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എൻ്റെ ശരീരത്തിലെ അസ്ഥി വരെ ക്ഷീണിതമായിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ പൊട്ടിത്തെറിക്കുന്ന അഗ്നിപർവ്വതങ്ങളുടെ അനന്തമായ പരമ്പര പോലെ എൻ്റെ ആത്മാവ് ഇപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്നു.